ആ സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും. ആ ആ പാട്ട് അയച്ചിട്ടാ സാധാരണ നമ്മൾ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ശരത് സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ. അതെ, അതെ, ആ അങ്ങനെയല്ലേ നമ്മൾ അയച്ചതിന് ശേഷം. അതെ. ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ. ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും, ആ. ഗംഭീരല്ലേ, പൊളിച്ചില്ലേ എന്ന് ഷാനിക്ക് തന്നെ അയക്കും. മുന്നേ തന്നെ മുൻകൂർ ഈ ജാമ്യം. പാട്ടിന്റെ താഴെ തന്നെ പൊളിച്ചില്ലേ, സൈക്കോളജി. എങ്ങനെയുണ്ട്, ഗംഭീരല്ലേ. ആ. അപ്പൊ നമ്മൾ എന്ത് പറയും? ധ്യാൻ ചേട്ടൻ എന്തേലും പറയുമല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല. ഇല്ല, കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അപ്പൊ പാവത്തിന് ഞാൻ എങ്ങനെ? ആ. ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോ കണ്ട മനുഷ്യനാണ്, ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അങ്ങനെ വലിയ മൂപ്പൊന്നുമില്ല. മൂപ്പുണ്ട്. ഒരു 10-30 വയസ്സിന്റെ മൂപ്പ്. ഒരു ചെറിയ മൂപ്പുണ്ട്. അപ്പൊ എനിക്ക് ഷാനിക്കയുടെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഇല്ല. ആ. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. ഇവന്റെ പടത്തിൽ എല്ലാ